ഒരു വലിയ സങ്കട വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിനും അത് സംബന്ധമായ ചില ചിന്തകൾ പങ്കിടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. പ്രിൻസസ് ഓഫ് വെയിൽസ്, കാതറിൻ എന്നാണ് അവരുടെ പേര്. വാത്സല്യത്തോടെ അവരെ കേറ്റ് എന്ന് വിളിക്കപ്പെടുന്നു. 42 വയസ്സ് പ്രായം. അവർ ക്യാൻസർ ബാധിതയാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത് ലോകത്തിലെ എല്ലാം വരേണ്യവർഗത്തെ നന്നേ ദുഃഖിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം കണ്ണുനീരിൻ്റെ വക്കീലായിട്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യം മുഴുവനും, ഇപ്പോൾ സാമ്രാജ്യമൊന്നും പറയാനൊന്നുമില്ല, നമുക്കറിയാം, ആകെപ്പാടെ ചുരുണ്ട് പോയി, പാവം. അമേരിക്കൻ പ്രസിഡൻ്റായ ബൈഡൻ ദുഃഖിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ദുഃഖിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ദുഃഖത്തിൻ്റെ കാർമേഘ പടലങ്ങൾ പരന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം, അങ്ങനെ പ്രിൻസസ് ഓഫ് വെയിൽസിന് ക്യാൻസർ വന്നതിൽ ആരെങ്കിലും സന്തോഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ദയവായി തെറ്റിദ്ധരിക്കരുത്. അതൊരിക്കലും നല്ല കാര്യമല്ല. അങ്ങനെ വരാതെ ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആയിരുന്നില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും കൊള്ളാമായിരുന്നു. യുവതിയായ ഒരു സ്ത്രീയെ ഇത്ര മോശമായൊരു രോഗം പിടിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. ഒരു വിധത്തിലും അതിനെ ന്യായീകരിക്കാനോ ലഘൂകരിക്കുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എൻ്റെ അജണ്ടയുമല്ല. എന്നാൽ ഈ ഒരു സംഭവത്തിൽ കൂടെ എൻ്റെ മനസ്സിൽ ഉണർന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് അപാകതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്? നമുക്കറിയാം, ലോകത്തിൽ ക്യാൻസർ പ്രിൻസസ് ഓഫ് വെയിൽസിന് മാത്രമല്ല, കാതറിന് മാത്രമല്ല, അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കുന്ന യുവതിയായ ആദ്യത്തെ വ്യക്തി കേറ്റ് അല്ല, അല്ലെങ്കിൽ കാതറിനല്ല, അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ക്യാൻസർ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്യാൻസർ രോഗം പൂർവാധികമായി വർദ്ധിക്കുന്നു. കേരളം അതിന് ഉത്തമ ഉദാഹരണമാണ്. ക്യാൻസറിൻ്റെ പകർച്ച കുതിച്ച് മുൻപോട്ട് പോവുകയാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. തൽക്കാലം നമ്മുടെ ശ്രദ്ധ ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യത്തെ കേന്ദ്രീകരിച്ച് ചിന്തിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രകടമായ ഒരു സത്യം, പ്രിൻസസ് ഓഫ് വെയിൽസിൻ്റെ ക്യാൻസറും ഒരു സാധാരണ സ്ത്രീയുടെ ക്യാൻസറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്രിൻസസ് ഓഫ് വെയിൽസ് അല്ലെങ്കിൽ കാതറിന് 42-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചു. അതിന് സമർത്ഥമായ ചികിത്സ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല എന്ന് ദുഃഖത്തോടുകൂടെ അവർ അവരുടെ പ്രജകളെ സ്നേഹിക്കുന്നത് കൊണ്ട് അറിയിച്ചിരിക്കുന്നു. അതൊരു രാജ്യത്തെ ആകമാനം ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. ഇതൊക്കെ വളരെ മഹനീയമായ അവസ്ഥ തന്നെ, യാതൊരു സംശയവുമില്ല. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സാധാരണ സ്ത്രീയുടെ ക്യാൻസറും പ്രിൻസസ് ഓഫ് വെയിൽസിൻ്റെ ക്യാൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശാസ്ത്രീയമായി യാതൊരു വ്യത്യാസവുമില്ല. ശാസ്ത്രീയമായ പ്രതിവിധിക്കും വ്യത്യാസമുണ്ടാകുകയില്ല. പിന്നെ പണത്തിൻ്റെ കൊഴുപ്പനുസരിച്ച് ചില കൂടിയ വിലയുള്ള മരുന്നുകൾ ഉപയോഗിക്കും. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഡോക്ടേഴ്സ് ചികിത്സിക്കും എന്നതല്ലാതെ ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ ക്യാൻസറും ഒരുപോലെ ക്യാൻസറാണ്, യാതൊരു വ്യത്യാസവുമില്ല. എന്നിരിക്കെ മനുഷ്യൻ്റെ വൈകാരികമായ അവസ്ഥയിൽ ഇതിന് ഭൂമിയും അല്ലെങ്കിൽ സ്വർഗവും പാതാളവും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഇതെന്നെ നന്നേ ചിന്തിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഇതിനെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഒന്ന്,
മനുഷ്യൻ്റെ നൈസർഗികമായ അവസ്ഥ സമത്വമാണ്. എല്ലാവരും ഒന്നുപോലെ, എല്ലാവരെയും ഒന്നുപോലെ വിലമതിക്കണം, എല്ലാവർക്കും തുല്യമായ വില കൽപ്പിക്കണം, എല്ലാവർക്കും തുല്യമായ സുഖ സൗകര്യങ്ങളുണ്ടാകണം, അവകാശങ്ങളുണ്ടാകണം, അവസരങ്ങളുണ്ടാകണം. അതാണ് എന്താണ് പറയുന്നത്, പ്രകൃതിയുടെ ഒരു മാനദണ്ഡം, നൈസർഗികമായ മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെ ഈ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി വെച്ചത് മനുഷ്യൻ കാലാകാലങ്ങളിൽ അവരുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ കടന്നുകൂടിയ വൈകല്യങ്ങളാണ്. ഇത് നിങ്ങൾക്കറിയാം, പ്രസിദ്ധ ചിന്തകനായിരുന്ന റൂസോ, ദി ഒറിജിൻ ഓഫ് ഇനീക്വാളിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ, അത് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് 25-26 വയസ്സുള്ളപ്പോൾ എഴുതിയ ഒരു കൃതിയാണ്. വലിയ വലിപ്പമുള്ള കൃതിയല്ല, ഏവർക്കും വായിക്കാവുന്നതാണ്. അത് വേദപുസ്തകത്തെ ആസ്പദമാക്കി എഴുതിയത് കൊണ്ട് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നതുമാണ്. അതുകൊണ്ട് ദയവായി വായിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം പറയുന്നത്, സൃഷ്ടിയുടെ ആദ്യ ഭാഗത്ത് ഇപ്രകാരമുള്ള ഉച്ചനീചത്വങ്ങളില്ലായിരുന്നു. പിന്നെ മനുഷ്യൻ്റെ സാമൂഹികമായ പരിവർത്തനത്തിൽ കൂടി ഉടലെടുത്ത ഒരു ശാപമാണ് ഈ ഉച്ചനീചത്വം എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ചുള്ള ഒരു അഭിപ്രായം, പ്രകൃതി ഉച്ചനീചത്വങ്ങൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നൊരു പ്രതിഭാസമാണ്. ഇവിടെ ഒന്നും ഒന്നിന് സമമല്ല. അസമത്വമാണ് പ്രകൃതിയുടെ ആധികാരികമായ സ്വഭാവം. എന്നാൽ പ്രകൃതിയുടെ ഈ ഒരു സ്വഭാവത്തെ അതിജീവിക്കുന്നതിലാണ് ആത്മീയമായ സംരംഭം, അതിൻ്റെ മർമ്മം അടങ്ങുന്നതും ആരംഭിക്കുന്നതും എന്ന മറ്റൊരു കാഴ്ചപ്പാട്. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഘടകവിരുദ്ധമായ കാഴ്ചപ്പാട്. ഞാൻ ഏതിനോട് യോജിക്കുന്നുവെന്ന് ചോദിച്ചാൽ, എനിക്ക് റൂസോയുടെ പല ചിന്താഗതികളെ പറ്റിയും ബഹുമാനമുണ്ട്, അതിനോട് അടുപ്പമുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ റൂസോയോട് 100% വിയോജിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, പ്രകൃതിയുടെ തനതായ സ്വഭാവം അസമത്വം തന്നെയാണ്. ഞാൻ പ്രകൃതിയിൽ നോക്കുമ്പോൾ ഒന്നും ഒന്നിന് സമമായി കാണുന്നില്ല. എല്ലാം വ്യത്യസ്തമാണ്. ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതാണ്, വലുതിനേക്കാൾ വലുതാണ്, വലുതിനേക്കാൾ ചെറുതുണ്ട്, ചെറുതിനേക്കാൾ വലുതുണ്ട്. അങ്ങനെ നിങ്ങൾ 10 പേർക്ക് 1000 രൂപ കൊടുത്ത് ഒരേ സാഹചര്യത്തിൽ ഒരു 5 വർഷം വെച്ചാൽ, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരാളുടെ കയ്യിൽ ആദ്യം കൊടുത്തതിൻ്റെ 10-1 മറ്റേ ആളുടെ കയ്യിൽ ആദ്യം കൊടുത്തതിൻ്റെ 10 ഇരട്ടിയും ഉണ്ടായിരിക്കും. അത് സമൂഹത്തിൻ്റെ വൈകല്യം കൊണ്ട് മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുകൂടെ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആദിമ പാപത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവം വിഭാവന ചെയ്ത അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അതിന് പ്രതികൂലമായി പ്രവർത്തിക്കുന്നൊരു മർമ്മം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പാപത്തിൽ കൂടെ നുഴഞ്ഞു കയറി എന്ന ഒരു വിശദീകരണത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ പരിമിതികളെയും വൈകല്യങ്ങളെയും അതിജീവിക്കുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ആത്മീയത ഉണ്ടാകേണ്ടത് എന്ന ഒരു നിഗമനത്തിലും നമുക്ക് ചെന്നെത്താം. സുവിശേഷങ്ങൾ നമ്മെ എന്താണ് അറിയിക്കുന്നത്? യേശു ജനിക്കുകയും വളരുകയും തൻ്റെ പരശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത സമൂഹം ഉച്ചനീചത്വങ്ങളുടെ, നാനാവിധമായ ഉച്ചനീചത്വങ്ങളുടെ കൂടായിരുന്നു എന്ന് നമുക്ക് അറിയാം. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു ശക്തി, വൻ ശക്തി അങ്ങ് ദൂരെയാണ്, റോമിലാണ്. റോമൻ സാമ്രാജ്യം. അതിൻ്റെ പ്രതിനിധിയായി ഒരു റോമൻ ജഡ്ജ്, റോമൻ പ്രോക്യൂറേറ്റർ എന്ന് പറയും. റോമൻ പ്രോക്യൂറേറ്റർ. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഡെക്കാപ്പുലിസ് എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു. പാലസ്തീൻ്റെ തന്നെ ഭാഗമായ ഡെക്കാപ്പുലിസ്. മാത്രവുമല്ല, ആ റോമൻ ആധിപത്യത്തിന് അല്ലെങ്കിൽ കോളനിവൽക്കരത്തിൻ്റെ അധികാരത്തിന് കീഴിൽ മറ്റൊരു അധികാര ശ്രേണി ഉണ്ടായിരുന്നു. അത് യഹൂദന്മാരുടെ തന്നെ രാജാവായ ഹെരോദ്, അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾ, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ, അങ്ങനെയുള്ള ഒരു ആധിപത്യം.
സാമൂഹ്യമായി തലയെടുപ്പുള്ള ആളുകൾ, ധനവാന്മാർ, അങ്ങനെയുള്ള ധനവാന്മാരുടെ പൂർവ്വം ചിലരെയൊക്കെ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അവരുടെ ജീവിതശൈലി എന്താണെന്ന് നമുക്ക് വളരെ ഹ്രസ്വമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ കൂടെ നമുക്ക് പല കാര്യങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതാണ്. അത് മനോഹരമാണ്. അപ്പോൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉച്ചനീചത്വങ്ങൾ വളരെ അധികം ഉണ്ടായിരുന്നൊരു കാലഘട്ടം. മതപരമായി നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ഉച്ചനീചത്വം. എല്ലാ കാലങ്ങളിലും, എല്ലാ യുഗങ്ങളിലും, എല്ലാ സംസ്കാരങ്ങളിലും ഏറ്റവും കൂടുതൽ ഉച്ചനീചത്വം നിലനിന്നിരുന്നത് ഒരിക്കലും മാറ്റുവാൻ, ഉന്മൂലനാശം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വേരൂന്നി നിന്ന ഉച്ചനീചത്വം, അതിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അടിമത്വം മതത്തിലായിരുന്നു എന്നത് എത്ര പേർ തിരിച്ചറിയാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ രാഷ്ട്രീയമായ ഉച്ചനീചത്വം കാലാകാലങ്ങളിൽ ഏറെയും കുറഞ്ഞുവരിക്കും. പക്ഷേ മതപരമായ ഉച്ചനീചത്വം ഒരിക്കലും കുറയുകയില്ല. കൂടിയേക്കും, പക്ഷേ കുറയുകയില്ല. ഇതൊരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ ഈ എല്ലാ മതങ്ങളും നിൽക്കുന്ന ദൈവത്തിൻ്റെ പേരിലാണ്. എല്ലാ മതങ്ങളും ഒരേ സ്വരത്തിൽ പറയും, ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ വിലയാണ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന അച്ഛനും തിരുമേനിയും, മറ്റുള്ളവരെ പോലെ അവരെ നമ്മൾ കരുതുകയോ അവരോട് ഇടപെടുകയോ ചെയ്താൽ കോപം സഹിക്കാൻ അവർ സമനില തെറ്റി വല്ലതൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ യേശു വ്യക്തമായി മനസ്സിലാക്കുകയും വളരെ സർഗാത്മകതയോടുകൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സുവിശേഷം ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്ക് മനസ്സിലാകും. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ ഇത് വ്യക്തമാകുമെന്ന് ഞാൻ കരുതുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സബദി മക്കളായ യാക്കോബും യോഹന്നാനും മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ തനിമയിൽ യേശുവിനോട് പറയുകയാണ്, നിൻ്റെ രാജ്യം വരുമ്പോൾ നിൻ്റെ ഇടതും വലതും ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു റിസർവേഷൻ തരണം. അപ്പോൾ അവിടെ എന്താണ് പ്രകടിപ്പിക്കപ്പെട്ടു വരുന്നത്? മനുഷ്യൻ്റെ ആ തനതായ സ്വഭാവം. മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ഒരു ഇരിപ്പിടം കിട്ടണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എൻ്റെ കീഴെയാകണം. അതിന് ഏറ്റവും ഉതകുന്ന ഉപാധിയായിട്ട് ഉപയോഗിക്കാവുന്ന ദൈവത്തെയാണ്. മറ്റ് രാഷ്ട്രീയക്കാരുടെ ഒരു പരാധീനത എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മറ്റുള്ളവരെക്കാളും മുകളിലിരിക്കണം, എനിക്ക് എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയിരിക്കണം, പക്ഷേ അതിനെ സഹായിക്കേണ്ടത് ഈ പാവപ്പെട്ട തെണ്ടികളാണ്. അതുകൊണ്ട് ദരിദ്രനാരായണെന്നും അങ്ങനെ ജനമാണ് ഇവിടുത്തെ അന്തിമമായ അതോറിറ്റി എന്നും, ദ സോവറിൻ അതോറിറ്റി ഈസ് പീപ്പിൾ, ഒരു ജനതയാണ് ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു. പച്ചക്കള്ളമാണ്. ഇത് നട്ടാൽ കൊരുക്കാത്ത നുണയാണ്. ഇത് പറയുന്നവരൊന്നും ഇത് അല്പം പോലും വിശ്വസിക്കുന്നവരല്ല. ഇത് അസമത്വത്തിൻ്റെ, അനീതിയുടെ കൊട്ടാരം പണിയാനായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അതാണ് ബുദ്ധി. അപ്പോൾ യേശു ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ആ ഒരു പ്രവണത, ദുഷിച്ച മനുഷ്യ സഹജമായ ഈ ഒരു പ്രവണതയെ തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലും വളരെ ശക്തമായി അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് യേശു പ്രതികരിക്കുന്ന ആ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. അവിടെയാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം നടത്തുവാനായി വെമ്പൽ കൊള്ളുന്നു. നിങ്ങളോ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും നേതാവാകണമെന്ന് വിചാരിച്ചാൽ അവരെല്ലാവരുടെയും ദാസരാകണം. ഒന്നാമനാകണമെന്ന് വിചാരിച്ചാൽ ഏറ്റവും അവസാനമായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ കാര്യം എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എക്കാലത്തും കുടികൊണ്ടേയിരിക്കുന്ന, എപ്പോഴും സ്ഥിതി ചെയ്യാൻ സാധ്യതയുള്ള ഈ ഉച്ചനീചത്വ സ്വഭാവത്തെ മനഃപൂർവമായി നാം എതിർക്കുകയും വ്യക്തിപരമായ ജീവിതത്തിൽ അതിനെ അതിജീവിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നാം നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പക്ഷേ നാം നമ്മുടെ സഭാ ജീവിതം നോക്കിയാൽ ഉച്ചനീചത്വമില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും. സഭയുടെ എല്ലാ അംശങ്ങളും രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഉച്ചനീചത്വത്തിലാണ്. ഏറ്റവും അടിസ്ഥാനപരമായി
പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഉച്ചനീചത്വം. പുരുഷൻ മേളിൽ, സ്ത്രീ താഴെ. സ്ത്രീ അശുദ്ധയാണ്, പുരുഷൻ വിശുദ്ധനാണ്. ഏതടിസ്ഥാനത്തിലാണാവോ ഈ പറയുന്നതെന്ന് ഈ പറയുന്നവർക്കും അറിഞ്ഞുകൂടാ, കേൾക്കുന്നവർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് പിന്നെ അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ അവർ തട്ടിലുള്ളവരാണ്. ഞങ്ങൾ മുതിർന്നവർ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെയാണ് സഭ നടക്കേണ്ടത്. ഈ യുവതി യുവാക്കന്മാർക്ക് ഇവിടെ എന്താണ് കാര്യം? അവരവിടെ വന്ന് പരിയമ്പുറത്ത് വന്നത് പോട്ടെ എന്ന് പറയുന്ന ഒരു ഉച്ചനീചത്വം. അത് കഴിഞ്ഞാൽ അച്ഛനും അയമേനികൾ തമ്മിലൊരു ഉച്ചനീചത്വം. അച്ഛന്മാരുടെ ഇടയിൽ ചിലർ മിടുക്കന്മാരും മണ്ടന്മാരും, ചിലർ ധനികരും, ചിലർ മോശം, ചിലർ മെത്രാൻ്റെ അടുത്ത് നിൽക്കുന്നവർ, മറ്റേത് മെത്രാൻ തൊഴിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നവർ, അങ്ങനെ ഒരു ഉച്ചനീചത്വം. മെത്രാന്മാരും പുരോഹിതന്മാരും തമ്മിലുള്ള ഉച്ചനീചത്വം. മെത്രാന്മാരുടെ ഇടയിൽ തന്നെയുള്ള ഉച്ചനീചത്വം. ഇത് പറയുമ്പോൾ ഒരു അനുഭവം ഓർമ്മ വരുന്നത്, ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലി ചെയ്യുമ്പോൾ, ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഡൽഹിയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാം തുച്ഛമാണ്. ഡൽഹിയുടെ ആകെ ജനസംഖ്യയുടെ 0.8%, അതായത് 1% കുറവ്, 0.8% ക്രിസ്ത്യൻസ് ഡൽഹിയിലുള്ളൂ. അപ്പോൾ ഈ ഒരു തുച്ഛമായ കമ്മ്യൂണിറ്റിക്ക്, വിശ്വാസ സമൂഹത്തിന് ഒരു അല്പമായ ഒരു വിസിബിലിറ്റി ഉണ്ടാകണം, ഭരണകൂടത്തിന് അവരെ പറ്റി ബോധമുണ്ടാകണം. അത് സംഭവിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാ മാസവും ഡൽഹി ചീഫ് മിനിസ്റ്ററെ കൊണ്ടുവന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് ഷീല ദീക്ഷിതായിരുന്നു, അവർക്ക് എന്നെ വലിയ ബഹുമാനമൊക്കെ ആയിരുന്നുകൊണ്ട് പറഞ്ഞാൽ ഒരിക്കലും നിരസിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ മീറ്റിങ്ങുകൾ ആരംഭിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് ചോദിച്ചാൽ, അന്ന് ഡൽഹിയിൽ 4 ബിഷപ്പന്മാരാണ് ഉണ്ടായത്. ഇവർ ഒരേ വേദിയിൽ വരാൻ മടിക്കും. കാരണം ഒരേ വേദിയിൽ വന്നാൽ ആരാണ് ഒന്നാമത്, ആരാണ് രണ്ടാമത്, ആരാണ് മൂന്നാമത്, നാലാമതെന്ന് എങ്ങനെ തീരുമാനിക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ ക്ലേശം എത്ര വലുതാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അങ്കലാപ്പ് വളരെ വളരെ അധികമാണ്. ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ, അതായത് പ്രാകൃതമായ മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉച്ചനീചത്തോടുള്ള പ്രേമം അവസാനിപ്പിച്ച് യേശു നൽകിയ സമത്വത്തിൻ്റെ വെളിച്ചത്തെ ഉൾക്കൊള്ളുവാൻ കൂട്ടാക്കുന്ന ആളുകൾ ഈ വർഗത്തിൻ്റെ ഇടയിൽ നന്നേ കുറവാണ് എന്ന അനുഭവം കൊണ്ട്, 1000 അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെപ്പോലെ കാര്യത്തിൽ വ്യക്തത പ്രാപിക്കാനും ഇടയായിട്ടുണ്ട് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ പല ആളുകളും മാറി മാറി നിന്ന് ഒരു ദൃശ്യം പോലെ ഇങ്ങനെ മഹാന്മാർ ഇങ്ങനെ വലിയ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നു, തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നു, വലിയ കുരിശൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ വിചാരം ഒരു പരിശുദ്ധന്മാരാണ്. മാനുഷികമായ ഒരു വൈകല്യവും ഒരു ബലഹീനതയും ഇവരില്ല, ഇവർ യേശുവിൻ്റെ പുരുഷന്മാരാണ് എന്ന് വിശ്വസിച്ച് പോകുന്നു. അങ്ങനെ വിശ്വാസമുള്ളവർ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഉച്ചനീചത്വത്തെപ്പറ്റി യേശുവിന് വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. അത് അതിജീവിക്കാതെ മനുഷ്യന്, ആത്മീയ മനുഷ്യനെന്ന് പോകട്ടെ, സാധാരണ മനുഷ്യനായിട്ട് പോലും ആയിത്തീരുവാൻ കഴിയുകയില്ല. മനുഷ്യൻ മൃഗമായി പോകും എന്നതുകൊണ്ടാണ് യേശു പ്രത്യേകമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറയുമ്പോൾ ഇത് തീർച്ചയായും ആവശ്യം പോലെ സ്പഷ്ടമാകുമെന്ന് കരുതുകയാണ്. നാം എല്ലാവരും വളരെയധികം വിലമതിക്കുന്ന യേശുവിൻ്റെ അന്ത്യ അത്താഴ രംഗം. എന്തുകൊണ്ടാണ് യേശു എഴുന്നേറ്റ് സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത്? അവൻ ഭക്ഷണമധ്യേ എഴുന്നേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുന്നേറ്റു. നമുക്കറിയാം, ഒരു നേതാവ് എഴുന്നേക്കത്തില്ല, മറ്റുള്ളവർ എഴുന്നേക്കണം. അവർ വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേക്കണം, അവരോട് ബഹുമാനം കാണിക്കാൻ. യേശു നേരെ മറിച്ചാണ്, അവൻ എഴുന്നേറ്റു. ശിഷ്യന്മാരിരിക്കുകയാണ്, യേശു എഴുന്നേറ്റു. കസേരയിൽ നിന്നൊന്ന് പൊങ്ങാൻ എന്ത് പ്രയാസമാണ് നമുക്കറിയാം. ആരെപ്പറ്റിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊരാശ്വാസമാണ്. കസേരയിൽ നിന്ന് 1 ഇഞ്ച് പൊങ്ങിയാൽ പോയി എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം യേശുവിൻ്റെ പേരിലുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് രസം. കസേര കൊണ്ട് അങ്ങോട്ട് പോകണം, എന്നാലേ സുഖം ശരിയാകൂ, സ്വർഗം സ്വർഗമാകൂ. എൻ്റെ കസേര കൊണ്ട് പോയെങ്കിലേ സ്വർഗം സ്വർഗമാകൂ എന്ന്
കട്ടായം പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട് മെത്രാന്മാരുടെ ഇടയിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ആശയം എത്ര പ്രസക്തമാണ്, അതിൻ്റെ മൂർച്ച എത്ര വലിയതാണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. എന്താണ്? നിങ്ങളുടെ മനസ്സിൽ, ഇപ്പോൾ യാക്കോബിൻ്റെയും അവൻ്റെ സഹോദരൻ്റെ യോഹന്നാൻ്റെയും മനസ്സിൽ വേരൂന്നി നിൽക്കുന്ന രൂഢമൂലമായ ഈ അസമത്വത്തിൻ്റെ, ഉച്ചനീചത്വത്തിൻ്റെ ഈ വേര് എങ്ങനെ പറിച്ചു കളയാൻ കഴിയും? അതുകൊണ്ടാണ് യേശു അവിടെ കാല് കഴുകുന്നത്. അതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു വളഞ്ഞ ചൂരൽ ഒന്ന് വിഭാവന ചെയ്യൂ. ചൂരൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളഞ്ഞ ചൂരൽ, കെയിൻ. അത് ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ, അത് നൂർത്തണമെങ്കിൽ അത് ഇങ്ങോട്ട് വളയ്ക്കണം, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളയ്ക്കണം. അത്രയുള്ളൂ ഇന്നത്തെ തത്വം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാല് കഴുകണമെന്ന് പറഞ്ഞ് നടക്കുന്നു. അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ വൈകല്യമാണ്. നിങ്ങളുടെ സ്വഭാവത്തെ ഞാൻ ഇങ്ങോട്ടൊടിക്കും, അത് ഞാൻ കാണിച്ചു തരും, ഞാൻ നിങ്ങളുടെ കാല് കഴുകും. അതാണ് ഇന്നത്തെ തത്വം. അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അതും ഉച്ചനീചത്വത്തിൻ്റെ ഒരു നാടകമായിട്ട് മാറ്റിക്കളഞ്ഞു. അത് അയ്മേനികൾക്ക് ആചരിക്കാൻ പാടില്ല. അത് കുപ്പായമിട്ടവന് മാത്രമേ. യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ കുത്തക ഈ കുപ്പായത്തിലാണെന്നാണ് പറയുന്നത്. ഏതടിസ്ഥാനത്തിലാണ് അവർ ഈ പുലഭ്യം പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ പഠിപ്പീരിൽ ഇത് സ്ഥാപിച്ചത് യേശുവാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്ക് കാണിക്കാമോ? ഇത് പുരോഹിതൻ്റെ കുത്തകയാണ്, പുരോഹിതനെ യേശു വിഭാവന ചെയ്തു, പുരോഹിതനെ യേശു അടുപ്പിച്ചോ, ഒരു പുരോഹിതനെ യേശു വാഴിച്ചോ, ബിഷപ്പോ പുരോഹിതനോ? എന്താണ് ഈ പറയുന്നത്? അവരിത് മോഷ്ടിച്ചുകൊണ്ട് പോയി. വാസ്തവത്തിൽ ഇതൊരു ഒന്നാന്തരം മോഷണമാണ്. ഇത് വിശ്വാസികൾക്ക് ആർക്കും യേശുവിനെ കേന്ദ്രീകരിച്ച് കടന്നു വരുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് അവരുടെ ഇടയിൽ ആചരിക്കാനായി, എപ്പോഴും വല്ലപ്പോഴുമെങ്കിലും ആചരിക്കാനായി നൽകപ്പെട്ടിരിക്കുന്നൊരു മാതൃകയാണ്. അതിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന വൈകല്യം നിങ്ങൾ കാണുക. ഇത് ഉച്ചനീചത്വത്തിൻ്റെ ഏറ്റവും വലിയ ഇരിപ്പിടമാക്കിയതിനെ അധപ്പതിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് അടയാളപ്പെടുത്തുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനുമായി യേശു വളരെ ചിന്തിച്ച് സർഗാത്മകതയോടുകൂടെ ആവിഷ്കരിച്ച ഈ അതുല്യമായ അനുഭവത്തെ വീണ്ടും ഉച്ചനീചത്വത്തിൻ്റെ കളരിയാക്കി അതെന്നേക്കുമായി നിലനിർത്താനുള്ള ഒരു മതപരമായ നാടകമാക്കിയതിനെ മാറ്റിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഉച്ചനീചത്വത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവത്തിലെ ദാഹം മാംസദാഹത്തേക്കാൾ കട്ടിയാണ്, പൈശാചികമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞാൻ കേറ്റിൽ കൂടെ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ സ്വഭാവത്തിൽ രൂഢമൂലമായ ഒരു വൈകല്യമാണ് ഈ ഉച്ചനീചത്വം. എന്നാൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും മനുഷ്യ ജീവിതത്തെയും ഒരു സമൂഹത്തിൻ്റെ മേന്മയെയും സംസ്കാരങ്ങളുടെ മാന്യതകളെ എല്ലാം നശിപ്പിക്കുന്നത് ഈ ഉച്ചനീചത്വമാണ്. എല്ലാ വ്യക്തിയും അവൻ്റെ ഉള്ളിൽ വച്ചു പുലർത്തുന്ന വലിയ സ്വപ്നം, അവൻ അനുഭവിക്കുന്ന അഗാധമായ ദാഹം സമത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം 1979 പര്യവസാനിച്ച ഫ്രഞ്ച് വിപ്ലവം എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമത്വം, സമത്വം. അങ്ങനെ മുറവിളി കൂട്ടേണ്ട ആവശ്യം എന്താണ്? അത് ഒരു സാധാരണഗതിയിൽ പ്രാപിക്കാവുന്ന ഒരു മൂല്യമല്ല, ആദർശമല്ല. അത് ഒന്ന് തൊടണമെങ്കിൽ പോലും ഒരു വിപ്ലവം ആവശ്യമാണ് എന്നതിൻ്റെ ചരിത്രപരമായ ഒരു ഉദാഹരണമാണ് ഫ്രഞ്ച് വിപ്ലവം. ഇപ്പോൾ നമ്മുടെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ 4 പ്രത്യേകമായ ആദർശങ്ങളാണെങ്കിൽ സാർവലൗകിക മൂല്യങ്ങളാണ് എടുത്ത് പറയപ്പെട്ടിട്ടുള്ളത്. ആദ്യമേ പറയുന്ന നീതി, രണ്ടാമത് സ്വാതന്ത്ര്യം, മൂന്നാമത് സമത്വം, നാലാമത് സാഹോദര്യം. ഈ 4 മൂല്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും സ്വാഭാവികമല്ല. സ്വാഭാവികമായതിനെ പ്രാപിപ്പാനോ നിലനിർത്തുന്നതിനോ വേണ്ടി പ്രത്യേകിച്ച് ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. ഉദാഹരണമായിട്ട് ഭക്ഷണം കഴിക്കുക സ്വാഭാവികമാണ്, ക്ഷീണിക്കുമ്പോൾ കിടന്നുറങ്ങുക സ്വാഭാവികമാണ്. അങ്ങനെ ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായ ആളുകൾ കൂട്ടാക്കണം, അതിനുവേണ്ടി ഞാനൊരു വിപ്ലവം നടത്തും എന്ന് പറയുന്നവനെ കൊണ്ട് ഉളംപാറ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ഷീണിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ ഉറങ്ങണം, അതിന്
ഉള്ള മനസ്സ് മനുഷ്യനുണ്ടാകണം, അതിന് വേണ്ടി ഞാൻ വിപ്ലവം നടത്തും എന്ന് പറയുന്നവനെ അതേ ആശുപത്രിയിൽ അധികം താമസിയാതെ തന്നെ നിങ്ങൾ കൊണ്ട് ആക്കണം. അതിനപ്പുറത്തൊന്നും നമുക്ക് ചെയ്യാനില്ല. എന്നാൽ മനുഷ്യ സ്വഭാവത്തിന് വിരുദ്ധമായി നിലനിൽക്കുന്ന ആദർശങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ആദർശങ്ങളും മൂല്യങ്ങളും നാം പാലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ പ്രത്യേകത അത് എപ്പോഴും ഉള്ളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. മനുഷ്യ സ്വഭാവം, ഇപ്പോൾ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി, വലി എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള വലിയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. സെൻട്രിപെറ്റൽ ഫോഴ്സ്, അത് അതിലേക്ക് തന്നെ വലിക്കുക, എല്ലാറ്റിനെയും എന്നിലേക്ക് വലിക്കുക. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ സ്വയത്തെ ത്യജിച്ചില്ല എങ്കിൽ നേരെ മറിച്ച് ഉള്ള ശക്തിയെ അനുഭവിക്കുക. സ്വയത്തിലേക്കെല്ലാം വലിച്ചപ്പോൾ വാവ് പൊളിച്ചു ഈ സർവ്വലോകത്തെയും വിഴുങ്ങാനായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ ഈ ഒരു പ്രവണത നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം ത്യജിക്കുക, നേരെ മറിച്ച് സഞ്ചരിക്കുക. വിശാലമായ വഴി, ഇടുങ്ങിയ വഴിയാണ് സ്വയത്യാഗത്തിൻ്റെ വഴി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവണത പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ ഈ ഇടുങ്ങിയ സ്വത്വം വികസിക്കണമെങ്കിൽ, ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ്റെ സ്വത്വം വികസിക്കണമെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പിടിക്കുന്ന അല്ലെങ്കിൽ വലിച്ച് വലുതാക്കുന്ന ശക്തികളുണ്ടാകണം. ആ ശക്തികളാണ് സ്നേഹം, നീതി, കരുണ, എന്താണ് പറയുന്നത്, സ്നേഹം, നീതി, സത്യം, കരുണ. അതായത് ലവ്, ട്രൂത്ത്, ജസ്റ്റിസ്, കമ്പാഷൻ. ഈ 4 ദിശയിലേക്ക് ഇത് വലിക്കുകയാണ്. അതോടുകൂടെ നാം വളരുന്നു. അങ്ങനെ ആ വളർച്ചയിൽ കൂടെ മാത്രമേ നാം യഥാർത്ഥ മനുഷ്യരായിത്തീരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ പരിഭാഷ. എന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ ആ തിരഞ്ഞെടുപ്പ് എന്താണ്? എനിക്ക് ചുരുങ്ങണം. അങ്ങനെ ചുരുങ്ങിയാണ് ഒരുത്തൻ പക്ഷവാത രോഗിയായി പോയത്. അവനെ യേശു വലിച്ചു വലുതാക്കുകയാണ്. എന്താണ്? നീ നിൻ്റെ കിടക്കയെടുത്ത് പോവുക, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി പോവുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉച്ചനീചത്വത്തിൽ വിശ്വസിക്കുകയും ഉച്ചനീചത്വത്തിൽ അഭിമാനം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുത്തൻ പോലും മറ്റൊരു വ്യക്തിക്ക് ഒരു കച്ചിത്തുരുമ്പിൻ്റെ പ്രയോജനം ചെയ്യുന്നവനല്ല. സ്വന്തം കസേരയിലിരുന്ന് അർമാദിക്കുന്നവനെ കൊണ്ട് നിങ്ങൾക്കൊരു പിണ്ണാക്കിൻ്റെ വിലയുണ്ടാകുകയില്ല. അങ്ങനെ ഉള്ളവർ ഇല്ല. അത് നിങ്ങൾക്ക് വഹിക്കാനാവാത്ത ഭാരമാണ്. അത് ചുമക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പരിപാവനമായ ചുമതലയാണ്, കർത്തവ്യമാണ് എന്ന് അവൻ നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ തലച്ചോറ് ചാണകമാക്കും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ക്രിസ്തീയ സമൂഹം നിൽക്കുന്നത്. യേശു പറഞ്ഞ ഒരു ആദർശവും ഒരു മൂല്യവും യേശു കാട്ടിത്തന്ന ഒരു നിലപാടും ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമല്ല. അത് പറയുമ്പോൾ തന്നെ ഞെട്ടി വിറച്ച് പാൻറ് പോലും നനയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ദുഃഖിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ഞാൻ കേറ്റിലേക്ക് മടങ്ങി വരികയാണ്. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ലോകത്തിൽ ക്യാൻസർ ഒരു വലിയ ശാപമാണ്. അത് ആർക്ക് വന്നാലും ശാപമാണ്. ഞാൻ ദീർഘകാലം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ പങ്കെടുത്തിരുന്നു. 25 വർഷത്തോളവും എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും മറ്റനേക സബ് കമ്മിറ്റികളിലും. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ പങ്കെടുത്തിട്ടുള്ള പല ചർച്ചകളിലും ക്യാൻസർ സംബന്ധമായ ചിന്തകൾ വന്നിരുന്നു. അപ്പോൾ അതിൽ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യം ഇതാണ്: പാവപ്പെട്ട വീട്ടിലെ ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നാൽ, ഇപ്പോൾ ഒരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് മാത്രം വരുന്ന രോഗം അല്ല, അതൊരു കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന രോഗമാണ്. അത് നിങ്ങൾ രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും രാജകുമാരിയാണെങ്കിലും സാധാരണ പെൺകുട്ടിയാണെങ്കിലും ക്യാൻസർ വന്നു, അത് നിങ്ങളുടെ മാത്രം രോഗമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവനും രോഗമാണ്. അത് വളരെ പണക്കൊഴുപ്പുള്ള സാമ്പത്തികമായ ശേഷിയുള്ളൊരു കുടുംബത്തിൽ വന്നാൽ അവർക്ക് അതിൻ്റെ ഭാരം വഹിക്കാനൊക്കും. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചിലപ്പോൾ 40,000 രൂപയൊക്കെ ആയിരിക്കും. മാത്രമല്ല ദീർഘകാല ചികിത്സ ആവശ്യമാണ്. പലരും ദൂരദേശത്ത് നിന്ന് വന്ന് വെല്ലൂരിൻ്റെ പാരിപ്രദങ്ങളിൽ തമ്പടിച്ച് അങ്ങനെ നരകയാതന അനുഭവിക്കുകയാണ്.
അപ്പം അങ്ങനെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളിന് ഈ ചികിത്സ കൊടുക്കേണ്ടി വന്നാൽ ഒരു കിടക്കാടം വിറ്റിട്ട് വേണം ഇത് ചെയ്യാൻ. അവിടെ പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു പരിധി വരെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എല്ലാവർക്കും ക്യാൻസറിന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലിന് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ കിടക്കാടം വിറ്റ് ഒരു പക്ഷേ കുടുംബനാഥനായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചേ മതിയാകുമെന്ന് വിചാരിച്ച് വീടും പറമ്പും പോയാലും സാരമില്ല, വിറ്റ് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ചികിത്സിച്ച് ആ വ്യക്തിക്ക് ഫലമില്ലാതെ അദ്ദേഹം മരിച്ചു പോയാൽ നാം എന്തു ചെയ്യും? അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അങ്ങനെ ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിനുള്ള സാധ്യത ഒരു 5% ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഡോക്ടേഴ്സായ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. അവരോട് പറയണമോ, നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ പറയും, യജമാനെ ഞങ്ങൾ കാല് പിടിക്കുന്നു, ദയവായി ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾ കിടക്കാടം വിറ്റും തരാം, ഉള്ളത് മുഴുവൻ തരാം, സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആർദ്രതയേറിയ അനുഭവങ്ങൾ പ്രിൻസസ് ഓഫ് വെയിൽസിനില്ല, രാജകുടുംബത്തിനില്ല, അദാനിക്കും അംബാനിക്കുമില്ല. ഇങ്ങനെയുള്ള നിസ്സഹായത, മനസ്സ് പൊടിയുന്ന, ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങൾ പാവപ്പെട്ടവർക്കേ ഉള്ളൂ. പക്ഷേ അതാർക്കും പ്രശ്നമല്ല. അത് കാണാനുള്ള കണ്ണുപോലും ആർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് പോലും അറിയിക്കുവാൻ ഈ നാട്ടിൽ ലോകത്തെങ്ങും ഒരു ഉപാധിയുമില്ല, ഒരു മാധ്യമവുമില്ല. അങ്ങനെയുള്ളവർ ഉരുവിടാൻ നാവില്ലാത്ത ജന്തുക്കളെപ്പോലെ, ഈച്ചകളെപ്പോലെ ചത്ത് വീഴുന്ന ഒരു ലോകത്തിലാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു. അത് വളരെ നേരത്തെ കണ്ടുപിടിച്ചു, അതിന് പ്രിവെൻറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവനും പിടിച്ച് പറ്റുകയും ലോകരാഷ്ട്ര തലവന്മാർ മുഴുവനും അതിനെപ്പറ്റി ദുഃഖം പ്രകടിപ്പിക്കുകയും ആ കുടുംബത്തോടുള്ള സഹാനുഭൂതി ഏറ്റവും മഹനീയമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കൊള്ളാം, ഉണ്ടെന്നല്ലേ. പക്ഷേ അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു വ്യക്തിയുടെയും വേദനയും നിസ്സഹായതയും മനസ്സിലാക്കാൻ, കാണുവാൻ, എന്തെങ്കിലും അതിനോട് സഹകരിപ്പാൻ ഉള്ള ഒരു മനസ്സും കൂടെ എല്ലാവരും ഒന്ന് രൂപീകരിച്ചെടുക്കണം. അപ്രകാരം പാവപ്പെട്ടവനെ കരുതുന്ന ഒരു സംസ്കാരം രാഷ്ട്രീയത്തിലും ഭരണരീതിയിലും ഉണ്ടാകണം എന്ന വിഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹം നെഹ്റുവിന് കൊടുത്ത ഉപദേശം നമുക്കറിയാം, ടാലിസ്മാൻ എന്ന് പറയും. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനും നിസ്സഹായനുമായൊരു വ്യക്തിക്ക് നീ നടപ്പാക്കാൻ പോകുന്ന പരിപാടി കൊണ്ട് എന്ത് ഗുണം കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ച് മാത്രമേ നീ ഓരോ ചൂടും വയ്ക്കാവൂ ജവഹർ എന്ന് പറഞ്ഞ ഗാന്ധി അദ്ദേഹത്തിന് മിക്കവാറും അടുത്ത് തന്നെ ഭാരതത്തിൽ രാഷ്ട്രപതി എന്ന സ്ഥാനം ഒഴിയേണ്ടി വരും, സ്ഥാനഭ്രംശം സംഭവിക്കും. അതിന് കുറേ കൂടി യോഗ്യതയുള്ള ഗോഡ്സെ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നാം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം, ഈ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എപ്രകാരം ആർദ്രതയോടുകൂടെ അതിനോട് പ്രതികരിച്ചു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് മറ്റൊരു ദിശയിലേക്ക് ഞാൻ അറിയാതെ തന്നെ പറന്നുപോയി. അങ്ങനെ പറന്നു പോകുമ്പോൾ ഒരു പക്ഷി ഒരു പ്രദേശത്തൂടെ പറന്നു പോകുമ്പോൾ അങ്ങ് താഴെയുള്ള ആ ഭൂമിയുടെ പരപ്പിൽ ചിലതൊക്കെ കാണും. അങ്ങനെ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിട്ടു, അത്രമാത്രം. നന്ദി.